കോടതികളെ പോലും പുല്ല് വില കൊടുക്കുന്ന ഈ മന്ത്രിയെ എന്ത് വിളിക്കണം? ഞങ്ങൾ പ്രൈവറ്റുകാർ ഒരു പുതിയ പെർമിറ്റ് ഉണ്ടാക്കണമെങ്കിൽ BS6 വണ്ടി, പുതിയ വണ്ടി വന്നാലേ പെർമിറ്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. KSRTCക്ക് അത് വേണ്ട. ഞങ്ങളോ ഈ പറഞ്ഞ പ്രേക്ഷകർ ആരാണെങ്കിലും BS6 വണ്ടി കൊണ്ട് പോയാലേ ശബരിമലയിൽ പോകാൻ പറ്റുള്ളൂ. പക്ഷെ KSRTCയുടെ കരിവണ്ടിക്ക് പോകാം. കാരണം അവർക്ക് എന്തും ആകാം. കാരണം അങ്ങനെ വരുന്ന ഭക്തജനങ്ങൾ ആരും എതിർക്കാറില്ല. ഇതിനെതിരെ നിങ്ങളൊന്നും പ്രതികരിച്ചില്ലേ? പ്രതികരിച്ചിട്ട് ആരോട് പ്രതികരിക്കാൻ? നമ്മൾ ഏറ്റവും പറയാവുന്ന സാധനം കോടതികളാണ്. കോടതികളോട് പോലും പറയുമ്പോൾ കോടതികൾ അടച്ചു വെച്ച ജീവിയോടെ കേൾക്കുകയാണ് കോടതികൾ. കാരണം ഇതൊന്നും അത്യാവശ്യമുള്ള കേസുകളല്ല എന്ന് കോടതികൾ പറഞ്ഞാൽ പിന്നെ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അല്ല, നിയമം നമ്മുടെ നാട്ടിൽ നിയമമുണ്ടല്ലോ. അതിൽ എന്താണെന്ന് വെച്ചാൽ കോടതികൾ പല കാര്യത്തിൽ വിധി കൊടുത്തു. KSRTCയും ഈ മന്ത്രിയും ഉദ്യോഗസ്ഥരും മര്യാദയ്ക്ക് കാര്യങ്ങൾ ചെയ്യാനും പെർമിറ്റ് കൊടുക്കാനും മറ്റു കാര്യങ്ങളും പറഞ്ഞു. ഹൈക്കോടതിയുടെ എത്ര കോടതിയലക്ഷ്യ കേസുകൾ നിൽക്കുന്നറിയോ? എന്നാലും മന്ത്രി പറഞ്ഞത് ഒരു കാരണവശാലും എന്ത് കോടതിയലക്ഷ്യ നടപടിയാണെങ്കിലും ഞാൻ നോക്കിക്കോളാം, നിങ്ങൾ പെർമിറ്റ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു. അപ്പം കോടതികളെ പോലും പുല്ല് വില കൊടുക്കുന്ന ഈ മന്ത്രിയെ എന്ത് വിളിക്കണം? അപ്പോൾ ഈ ഗുണ്ടാ നേതാവൊന്നും അല്ലല്ലോ. ഗുണ്ടായിസം ആണെങ്കിൽ വേറെ വടക്കേണ്ടിയിലൊക്കെ ആണെങ്കിൽ ഇയാളൊക്കെ വല്ല കൈകാര്യം ചെയ്ത് പോകും വല്ലതും. അപ്പോൾ നിങ്ങൾ പല കാര്യങ്ങൾക്കും കോടതിയിൽ പോവുകയും ഫയറ്റുകയും, അതായത് രാഷ്ട്രീയക്കാർക്കെതിരെയും ഗതാഗത വകുപ്പിനെതിരെയൊക്കെ പ്രതികരിച്ചിട്ടുള്ള ആളാണ്, അതുപോലെ ഫയറ്റിക്കൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ കാര്യത്തിൽ പ്രതികരിക്കാതെ നിൽക്കുന്നത്, മാറി നിൽക്കുന്നത്? ഞാൻ എത്രയോ രീതിയിൽ ഏതെല്ലാം രീതിയിൽ കേസുകൾ ഫയൽ ചെയ്ത് വെച്ചു, ഏതെല്ലാം രീതിയിൽ ആൾക്കാരെ ഇതിലേക്ക് കൊണ്ടുവന്നു. ഈ കൊണ്ടുവന്നതിനൊക്കെ കോടതിയിൽ മട്ടിൽ നീങ്ങുമ്പം സാധാരണക്കാരൻ എന്ത് ചെയ്യാൻ പറ്റും? കാരണം കോടതിക്ക് പോലും ഇവരെ പേടിയാന്നേ പറയുള്ളൂ. കാരണം കോടതി ഇലക്ഷൻ നടപടി സ്റ്റാർട്ട് ചെയ്തപ്പം കോടതിയെ പോലും വരച്ച വരെ എത്തിക്കാനുള്ള പണികൾ ഇവർക്കറിയാം.